For me, Pani is my survival as a director, as a producer. It's my so I work hard. 2 years of work. By the God grace, I got the replay from the audience and acceptance. That's it. Hi, Jojo. How are you doing? Good, good. Thank you. How are you? Good. Pani is releasing on OTT on Sony Live. You must be very excited, na? You told me that directing Pani was a lot of work. അല്ലേ? Yeah. അതെ. പിന്നെ നിങ്ങൾ വിചാരിച്ചായിരുന്നു OTT-യിൽ വരും ഈ സിനിമക്ക് ഇത്ര നല്ല റിസപ്ഷൻ കിട്ടുമെന്ന്? വിചാരിച്ചിരുന്നു, പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്ന ഉറപ്പൊന്നുമില്ലായിരുന്നു. എല്ലാവരും വർക്ക് ചെയ്യുമ്പോൾ അതൊരു സക്സസ് ആവണം എന്നുള്ള ഒരു ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു ആ ജഡ്ജ്മെന്റ് ശരിയാകുമെന്നൊന്നും ഉറപ്പില്ലായിരുന്നു. ബട്ട് ദൈവാനുഗ്രഹം കൊണ്ടും എല്ലാം എടുത്ത പണിക്കുള്ള കൂലി കിട്ടി. Grateful to all the audience, all my friends. That's it. മലയാളം സിനിമ ഈവൻ പണി വാസ് ട്രെൻഡിങ് ഫോർ ക്വൈറ്റ് എ ബിറ്റ്. ഈ സോണി ലെവലിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ട്രെൻഡിങ് ഓൺ സെർച്ചസ്. അപ്പം ഡു യു തിങ്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് മലയാളം സിനിമ കാണാൻ? ബിക്കോസ് പീപ്പിൾ വോണ്ട് ടു സീ ഗുഡ് സ്റ്റോറീസ്. അല്ല, പറഞ്ഞല്ലോ, ഇപ്പൊ എവറി സക്സസ് ദർ ഇസ് എ എഫോർട്ട്. നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ബഡ്ജറ്റിന് മാത്രമാണ് കുറച്ച് കമ്മിയുള്ളത്. പക്ഷെ വർക്ക് സ്പേസിൽ എല്ലാവരും നന്നായി വർക്ക് ചെയ്യുന്നു. ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് എല്ലാവരും വർക്കിംഗ് ഹാർഡ്. ദേ ആർ ഗെറ്റിംഗ് ദെയർ പേ ഓഫ്. For me, Pani is my survival as a director, as a producer. It's my so I work hard. 2 years of work. By the God grace, I got the replay from the audience and acceptance. That's it. You have always said cinema is very personal to you. This is all I Yeah. know. For you, cinema it's not some kind of gamble. It's like it has to work. Do you think that's one of the reasons why you are successful now? People love your movie, etc. I love cinema. I am keep studying and keep improvising my work. It's a big art. So if I get a space, I want to be there in very neat and clean. So still studying as a film student is a going. Even the casting of this movie, Jojo, is so interesting. You had a specially abled actress, Abhinaya, performing a very crucial role. What were the challenges associated with it, and why did you decide to cast her? Doing a cinema is a very big challenge, actually. The whole casting is handpicked. All actors, I think 60 new faces acted in this film. I took them from different circles, my friend circle, Instagram or social media, some recommendations. We trained them for 3 months. I have some teachers for the training. I also participated in that training. After that only we started the shoot, and it's a big responsibility doing a film with this much money. So we prepared, we studied, we proceed. Which one was more tougher, the first bit or the second bit, the emotional charge ones or the scenes that were difficult to film, like the sexual assault, etc.? Which one was a tough one? Every single aspect should work out in all actors, scenes, and technical sides. എന്താ പറയാ, നമ്മള് ഭയങ്കര പണിയെടുത്ത് ശരിയായതാണ് സിനിമ. ഓരോ സെക്ഷനും അങ്ങനെ. അപ്പം അതിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല നമുക്ക്. ഇപ്പൊ ഒരു ആക്ടർ അതിൽ കുറച്ച് പെർഫോം ചെയ്താൽ തന്നെ അത് നമ്മള് പെർഫോമൻസ്, ഇപ്പൊ നമ്മളിപ്പോ ഒരാളോട് അതിൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ടോൺ അവർ കറക്റ്റ് അല്ലെങ്കിൽ ആ സ്ഥലത്ത് അവിടെ സ്പേസ് മാറും. എന്തായി എന്ന് ചോദിക്കുന്നതോട് അല്ലാണ്ട് എന്തായി എന്ന് ചോദിച്ചാലും ഈ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് വേണ്ട ഒരു മീറ്റർ ഉണ്ടാവും ആ സിനിമയ്ക്ക്. അത് കിട്ടുക, അത് അവർ ചെയ്യുക, ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അത് സിനിമ ചെയ്യുന്ന പറയുന്ന പോലെ നമ്മൾ അതിനോട് സിൻസിയറായിട്ട് അതിനോട് വർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങനെ ആ പ്രോസസ്സ് നടക്കും. പിന്നെ ഇതൊരു വൺ ഡേ തോട്ടല്ല, ഇതൊരു സിനിമ ഡയറക്ട് ചെയ്യാന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു പഠനമുണ്ട്, അതില് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അത് ഭയങ്കര വലിയ പഠനം എന്നുള്ളതൊന്നുമല്ല. എനിക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിനെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ടാണ് സമീപിക്കുന്നത്.
അതെ അല്ല ജോജു യു ഹാവ് ബീൻ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ നിങ്ങൾ മെല്ലെ മെല്ലെ ഓരോ റോള് ആയിട്ടാണ് മുകളിലോട്ട് വന്നത്. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് സഡൻലി ഒരു ഹീറോ പ്രോജക്റ്റ് കിട്ടി ആൻഡ് യു നോ എവറിബഡി നോസ് യു. മെല്ലെയാണ് Yeah. നിങ്ങൾ ചെയ്തത്. ഡു യു ലുക്ക് ബാക്ക് ഓൺ യുവർ ഓൺ ജേർണി വിത്ത് എ ലോട്ട് ഓഫ് പ്രൈഡ് ആൻഡ് ലൈക്ക് ഞാൻ മോശമില്ല ഇത്ര വരെ എത്തി and it's not been easy. I'm very grateful because I got every movie for me it's a success. I learned a lot of things from every movie. Not to what to do, what not to do. It's a learning process for me. Everything, and I am full time. I'm thinking about cinema only because I don't know. I'm obsessed with my work. അത്രയ്ക്ക് Right. അതിനോടുള്ള ഒരു സ്നേഹവും ഇഷ്ടമൊക്കെയാണ്. അപ്പൊ അത് ചെയ്യാന്നുള്ളതിന്റെ ഒരു കാര്യം എളുപ്പമല്ല. നമ്മളൊരു സിനിമ തന്നെയല്ലല്ലോ. ഇപ്പൊ അഭിനയിക്കുന്നത്, ഇപ്പൊ ഒരു പടം അഭിനയിച്ചാൽ അടുത്ത പടം എന്ന് പറയുന്നത് ഡിഫറെന്റ് മൂവി. സോ നീഡ് ടു ഗെറ്റ് ചാർജ്, നീഡ് ടു ഗെറ്റ് പുതിയതായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്നാൽ മാത്രമേ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് വിജയങ്ങളില്ലെങ്കിൽ ഇവിടെ നമുക്ക് എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോ അതൊക്കെ വലിയൊരു പോയിന്റ് ആണ്. ഇത് നമ്മൾ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നിയാലും എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും അവരുടേതായ രീതിയിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്തും ഒക്കെയാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഈസി. അതെ, പക്ഷെ മലയാളം സിനിമയിൽ ഇപ്പം നോക്കിയാൽ റൈഫിൾ ക്ലബ്, പണി, പിന്നെ നമ്മുടെ എന്താ കിഷ്കിന്ദ കാണ്ഡം, ഇപ്പം പുതിയൊന്ന് രേഖാചിത്രം, ഇതെല്ലാം നല്ല മൂവീസ് ആണ്. എല്ലാത്തിനും നല്ല സ്റ്റോറി ഉണ്ട്, സോളിഡ് സ്റ്റോറി, സോളിഡ് ആക്ടിങ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മലയാളം സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് വെറും നോക്കുന്നത് ആൾക്കാർ, അല്ലാണ്ട് ബഡ്ജറ്റ് എത്രയാണ്, ഇല്ലെങ്കിൽ സോങ്സ് നല്ലതാണോ, ഏത് ഫോറിൻ ലൊക്കേഷനിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതൊന്നും ഒരു ഇതേ അല്ല, ഫാക്ടറി അല്ല ഒരു മലയാളം സിനിമയിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതാണ് അതിന്റെ ഒരു ഇതെന്ന് സീക്രട്ട് ടു ദ സക്സസ്? ഇതെല്ലാം കാഴ്ചപ്പാടുകളല്ലേ. എന്റെ സിനിമ എന്ന് പറയുന്നത് എന്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ നമ്മളത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് പറയാനോ നമുക്ക് റൈറ്റ്സ് ഇല്ല. അത് എല്ലാം ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. അത് ഈ മാർക്കറ്റിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഏത് വേണമെന്ന് ജനം തീരുമാനിക്കുന്നു, അവരിഷ്ടമുള്ളത് എടുക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ഒരു സമയത്ത് ഓരോ ആളുകളുടെ ടേസ്റ്റുകൾ അനുസരിച്ച് നടക്കും. അതത്രേ ഉള്ളൂ. അതെല്ലാം ഓരോ കാഴ്ചപ്പാടുകളുടെ കാര്യമാണ്. അതിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് എല്ലാവരും എഫേർട്ട് ഇട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരിക്കലും ഇല്ല. അത് ആ ഗൈഡ് ലൈൻ തെറ്റായി പോയാൽ പണി പാളി, ആ പഠനം ശരിയല്ലെങ്കിൽ പണി പാളി. അങ്ങനെ മാത്രമേ അതിനെ കാണാൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ എന്റെ അഭിപ്രായമാണ്. ഇനി ഒരു OTT-യിൽ ഒരു സിനിമ ഇറങ്ങിയാൽ, സോണി ലിവിൽ ഇറങ്ങിയാൽ തന്നെ കുറെ ആൾക്കാർ കാണും ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. അതൊക്കെ മനസ്സിലാവണം തന്നെ ഇല്ല സിനിമ, അതൊക്കെ മനസ്സിലാവും. അത് റിവ്യൂ ചെയ്യാനും നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾ എന്താണ് അവരോട് പറയാനുള്ള ഒരു, ഡു യു ഹാവ് എനിത്തിങ്, എ മെസ്സേജ് ഫോർ ദം പെർഹാപ്സ്, ഫോർ ദോസ് ഹു വാച്ച് വേൾഡ് സിനിമ, ദ വൺസ് ഹു ആർ നോട്ട് മലയാളം സ്പീക്കേഴ്സ്, അല്ലാണ്ട് സബ് അല്ല, ടൈറ്റിലിംഗ്? നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല. അതിന്റെ ഒരു എസ്തെറ്റിക്സിൽ ഒരുപാട് ലേയേഴ്സും ഒരുപാട് കാര്യങ്ങളും എല്ലാം ഉള്ള രീതിയിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതൊരു സിമ്പിൾ സ്റ്റോറിയാണ്. അതിന്റെ ഒരു നരേറ്റീവ് വേറെ രീതിയിലാണ്. അതൊരു മാസ് കൊമേഴ്ഷ്യൽ പടമാണ്. അപ്പൊ അത് കണ്ടിട്ട് ഇഷ്ടമായ അവർക്ക് അവരുടെ അഭിപ്രായം പറയാന്നുള്ളതല്ലാണ്ട് അതിൽ വേറെ ഒന്നുമില്ല. നമ്മളുടെ കയ്യിൽ നിന്ന് പോയി. അടിപൊളി. അത് നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. വൺസ് മൂവി ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത്, ഇപ്പം ഈ പോയിന്റ് ഇൻ ടൈം യു തിങ്ക് ഇറ്റ്സ് ഔട്ട് ഓഫ് യു. പിന്നെ ജോർജ് മൂവ് ഓൺ ചെയ്തോ ഈ സിനിമയിൽ നിന്ന്? ഇതിനി ഓഡിയൻസസിന്റെ ആണ്? പിന്നെ തീർച്ചയായിട്ടും അതെന്റെ മിക്സിംഗ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞതാണ് അതിന്റെ അഭിപ്രായം. പിന്നെ ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ധാരണയുണ്ട്. അതിപ്പോ ആ ധാരണ എന്റെ പഠനങ്ങളിൽ നിന്നിട്ടുള്ളതാവാം, എന്റെ എക്സ്പീരിയൻസ് നിന്നിട്ടുള്ളതാവാം. ആ ധാരണ അതങ്ങനെ തന്നെ ഇരിക്കും. അത് തിരുത്താൻ പറ്റുന്ന ക്രിറ്റിസിസം വന്നാൽ ഞാൻ തിരുത്തും. എനിക്ക് മുന്നോട്ട് പോകേണ്ടതാണ്. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് മനസ്സിലാവാത്തതിനെ ഞാൻ, ഇപ്പൊ നമ്മുടെ ലിമിറ്റേഷൻ ആയിരിക്കും. ഇപ്പൊ വലിയ ഐഡിയാസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പലരും പറയും. ഇപ്പൊ താങ്കൾ എന്നോട് വലിയൊരു ഐഡിയ പറഞ്ഞാൽ എനിക്കത് മനസ്സിലായാലല്ലേ എനിക്ക് പ്രാക്ടിക്കൽ ആകാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലെങ്കിൽ എനിക്കും മനസ്സിലാവണ വഴി കൂടെ പോവുക. അവരൊക്കെ വലിയ ആൾക്കാരാന്ന് ധരിക്കുക. അതിപ്പോ ഇനി പഠിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന കാലത്ത് അത് മനസ്സിലാക്കുക. നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നമ്മളൊരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലോ. ഇതൊക്കെ എന്റെ പഠനത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് അതിന് ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് സോറി. നന്നായെങ്കിൽ സന്തോഷം. അതിൽ കൂടുതൽ എന്താ പറയാ നമ്മള്. അല്ല, പിന്നെ ജോജു ജോർജിന്റെ എല്ലാ സിനിമകളും ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് ദ സെയിം. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സിനിമ ആയിരിക്കില്ല. നിങ്ങൾ ഉണ്ടെങ്കിൽ
അതെന്തെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, കുറച്ചൊന്നും ട്വിസ്റ്റ് ഉണ്ടാവുമായിരിക്കും. അതാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ലെഗസി എന്ന് പറയാനുള്ളത്? ഞാനൊരു സിനിമയിലുണ്ടെങ്കിൽ അത് കുറച്ചൊരു സ്വതവേയുള്ള സിനിമ ആയിരിക്കില്ല, ലൈക്ക്. ദൈവാനുഗ്രഹം. അത് നമ്മുടെ ഇപ്പൊ എടുക്കുന്ന ഡിസിഷൻസ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ശരിയാവുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റും നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു വർക്ക് ചെയ്യുന്ന ഒരു രീതിയുടെയാണ് അത്. ആ ജഡ്ജ്മെന്റ് തെറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അപ്പൊ എനിക്ക് കുറച്ചാളും കൂടി സിനിമ നടനായിട്ടൊക്കെ ജീവിക്കാം. അല്ലെങ്കിൽ ഔട്ടായ നടനായി പോകും, അല്ലെങ്കിൽ ഔട്ടായ ഡയറക്ടറായി പോകും. അതാണ് ഏറ്റവും വലിയ പേടി. ഇത്ര കാലം നിന്നില്ലേ, ഇനി എവിടെ ഔട്ടാവാനാണ്? അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു ഇതിനൊരു ഇതൊന്നുമില്ല. നമ്മള് നാളെ ഒരു മോശം വർക്കാണ് എന്നെ തുടങ്ങി അപ്പൊ എല്ലാവരും കൂടി എടുത്തിട്ട് കൊടുക്കും. ഇതിനു മുമ്പ് ചെയ്തതിനൊന്നും ഒരു ഇതൊന്നുമില്ല. ശക്തിയില്ല. മാക്സിമം ശ്രദ്ധിച്ച് വർക്ക് ചെയ്യുക. ഇതൊരു ഒരേ സമയം ബിസിനസ്സാണ്, ഒരുപാട് പേരുടെ പൈസ ഇറങ്ങുന്ന കാര്യമാണ്, അതെ. ഒപ്പം നമ്മളുടെ ഒരു കരിയറാണ്, നമ്മളുടെ ഒരു പാഷനാണ്. അപ്പൊ ഒരു നല്ല വർക്ക് നന്നായി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് എല്ലാ നടീനടന്മാരെ സമീപിക്കുന്നത്. മാക്സിമം എഫോർട്ട് എടുത്തിട്ടാണ്. പിന്നെ പലർക്കും, ഇപ്പൊ എനിക്കടക്കം ചില വേഷങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര റിസൾട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതെന്റെ ലിമിറ്റേഷൻ ആണ്. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇയാളൊന്നും ഇങ്ങനെ അഭിനയിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഇതേ അറിയുള്ളൂ, അങ്ങനെ കാണാലോ, അല്ലേ? നമ്മുടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഓരോ മനുഷ്യരും. എന്നോടിപ്പോ മമ്മൂക്കയുടെ പോലെ മോഹൻലാൽ സാറിന്റെ പോലെയൊക്കെ അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ അവര് കൊടുത്തിട്ടുള്ള ഗ്രേറ്റ് പെർഫോമൻസുകളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഏത് നടനാണ് അങ്ങനെ എത്താൻ പറ്റുക? ഇല്ല, നമ്മൾ നമ്മുടെ വഴിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാന്നുള്ളതല്ലാതെ അതിൽ പരിമിതികൾ ഉണ്ടെങ്കിൽ. പക്ഷെ ജോജു ഒരിക്കലും മോഹൻലാലും മമ്മൂട്ടിനെയും പോലെ അഭിനയിക്കാനോ അതൊന്നും ട്രൈ ചെയ്തിട്ടേ ഇല്ലല്ലോ ഇതുവരെ. അയ്യോ, ഞാൻ അവരെ കണ്ട അവരുടെ അഭിനയം കണ്ടിട്ട് തന്നെയാണ് നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ വരണം എന്നുള്ള ആഗ്രഹം തന്നെ. അത് ആദ്യമൊക്കെ ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ എനിക്ക് എന്റെ പ്രായം വെച്ചിട്ട് ആ സമയത്ത് അവരുടെ സിനിമകൾ കണ്ടതാണ് എന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലയാള സിനിമയുടെ ഓർമ്മ, മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ. പിന്നീട് അത് അതെ. പല ഡയറക്ടേഴ്സിനെ ശ്രദ്ധിക്കുന്നു. പിന്നെ നമ്മളുടെ ആ ഒരു സിനിമ എക്സ്പീരിയൻസിന്റെ കളം വലുതാവുന്നു. ഒരുപാട് താരങ്ങൾ വരുന്നു, ഒരുപാട് ഡയറക്ടേഴ്സ് വരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിനെ ഒരു പഠന വിഷയമാകുമ്പോൾ നമ്മൾ അതിനെ ആ രീതിയിൽ സമീപിക്കുന്നു. പിന്നെ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഒരാളെയും ഒഴിച്ചു നിർത്തിക്കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഇന്നലകളെ മറന്നുകൊണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല ഒരിക്കലും. അപ്പൊ അപ്പൊ അവരുടെ എല്ലാം ഭയങ്കരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് മലയാളം ഇൻഡസ്ട്രിക്ക് ഉണ്ട്. ഇതിപ്പോ അവരെ പൊക്കി പറഞ്ഞിട്ട് എനിക്ക് കാര്യമുണ്ടെന്നുള്ള ലെവലിൽ പറയുന്നതല്ല. അതൊരിക്കലും അത് റെസ്പെക്ട്, എന്റെ ഒരു റെസ്പെക്ട് ആയിട്ട് കൂട്ടിയാൽ മതി. ഞാൻ വന്ന വഴി കൂടെ കാണുമ്പോൾ അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ എനിക്ക്. ഏതായാലും ജോജു നന്നായിട്ട്, പിന്നെ എനിക്ക് ആ പണി എന്ന് പറഞ്ഞ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മൾ ഓൾറെഡി ഇന്റർവ്യൂ റൺ ചെയ്തിനായിരുന്നു. ഇനി ഈ ആ, വീഡിയോയും കൂടി, അപ്പം എന്തായാലും ഗൾഫ് ന്യൂസിൽ വന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതും കൂടി ഇടാം. അപ്പൊ ആൾക്കാർ കാണട്ടെ ഈ സിനിമ. അതാണ് എന്റെ താങ്ക് യു, ഏറ്റവും വലിയ ഇത്. എന്തായാലും ഇത് പൊളിക്കട്ടെ, അത്ര തന്നെ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു മഞ്ജുഷ.